ഹലോ സജിലാൽ സാർ, ആ, ആ, ആ. ഞാൻ ബയോടെക്കിന്നാണ്. മനസ്സിലായി. എന്തുണ്ട് സാർ റിസൾട്ട്? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. വ്യത്യാസം നല്ല മാറ്റമുണ്ട്. ഇപ്പൊ നല്ല പ്രശ്നങ്ങളൊന്നുമില്ല അല്ലേ? സാറ് എന്ത് പ്രശ്നത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇത് വാങ്ങിയത്? അത് പിന്നെ നിറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നത്. എന്താന്ന് വെച്ചാൽ വെള്ളം മുകളിലോട്ട് പൊങ്ങി 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 നിൽക്കുമായിരുന്നു. ഓക്കെ, ഇപ്പൊ ആ പ്രശ്നം തീർന്നു അല്ലേ? ഇപ്പൊ പ്രശ്നം തീർന്നു. ഇപ്പൊ മഴ പെയ്താലോ വലുതായിട്ട് പൊങ്ങത്തില്ല. അതിന് കാരണം അവിടുത്തെ മാലിന്യം പോയപ്പോ അവിടെ സ്പേസ് ആയി എന്നുള്ളതാണ്. ടാങ്ക് സ്പേസ് ആയി. മറ്റത് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. നിറഞ്ഞു നിൽക്കുന്ന കാരണം നിങ്ങൾക്ക് പിന്നെ കുറച്ച് സ്പേസ് സ്ഥലത്ത് മാത്രമായിരിക്കും വെള്ളം നിൽക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് മണ്ണിന് പോലും വലിച്ചെടുക്കാനുള്ള സമയം കിട്ടുന്നില്ലല്ലോ. കാരണം ആ കുറഞ്ഞ സ്ഥലത്തല്ലേ വെള്ളം വരുന്നുള്ളൂ. അത് അപ്പോഴേക്കും വീണ്ടും ഉണ്ടാവുകയാണ്. അതാണ് ഈ സംഭവം ഉണ്ടായിരുന്നത്. എന്തായാലും സാറ് എന്റെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചാൽ സാറ്റിസ്ഫൈഡ് അല്ലേ? അതെ. ഓക്കെ, നമുക്കതറിയാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരാൾക്ക് പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതല്ല, അതിനേക്കാട്ടിലുപരി സാറിന് എങ്ങനെ റിസൾട്ട് ഉപകരിച്ചു എന്നുള്ളതാണ്. എങ്ങനെ കാണിക്കും. ഇപ്പൊ സ്മെല്ലൊന്നുമില്ല. മറ്റേ ചെറിയ സ്മെല്ലൊക്കെ ഉണ്ട്. സ്മെല്ലെല്ലാം മാറി. സ്മെല്ല് പോകുന്നതിന് കാരണം മാലിന്യം പോയി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സ്മെല്ല് എന്ന് പറയുന്നത്. മറ്റത് ആദ്യം എന്ന് പറയുമ്പോ കുഴിയുടെ അടിയിലാവും, നമ്മൾ അറിയില്ല. പിന്നെ പൊങ്ങി മുകളിലേക്ക് വരുമ്പോഴാണ് ഈ സ്മെല്ല് മുകളിലേക്ക് വരാനുള്ള സാധ്യത വരുന്നത്. മാലിന്യം കിടക്കുമ്പോ സ്വാഭാവികമായിട്ട് കുറെ കാലത്ത് അതിൽ കിടക്കുന്നുണ്ടാവില്ല കാലത്ത്. അപ്പൊ അതൊക്കെ കൂടി വരുമ്പോ ഓവർ സ്മെല്ല് വരും, സംശയമൊന്നുമില്ല. സാർ ആദ്യം 3 പാക്കറ്റ് അല്ലേ ഉപയോഗിച്ചത്? ഇപ്പൊ 3 പാക്കറ്റ് അന്ന് ഉപയോഗിച്ചത്. എത്ര കാലത്തെ പഴക്കം ഉണ്ടായിരുന്നു? ഞാൻ മറന്നു അതുകൊണ്ടാണ്. അത് ഏതാണ്ട് ഒരു 10-15 വർഷത്തോളം ആയി നമ്മള് ക്ലീൻ ചെയ്തിട്ട് അല്ലേ? ഓക്കെ. അതിന്റെ ഒരു കോഴ്സ് പോലെ ചെയ്താൽ നന്നായിരിക്കും. കോഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു 4 മാസം കൂടി കഴിയുമ്പോൾ 4-5 ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരു 3 പാക്കറ്റ് കൂടി മേടിച്ചിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാല് ഇതിപ്പോ 15 കൊല്ലത്തെ പഴക്കം ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് മുഴുവൻ മാലിന്യങ്ങളും പോവില്ല. കാരണം ഇതിനെ ഒരു പരിധി വരുമ്പോ കഴിഞ്ഞ താഴ്ത്തിക്ക് എത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോ മുകളിൽ കിടക്കുന്ന പുതിയ മാലിന്യങ്ങളായിരിക്കും കംപ്ലീറ്റ് പോയിട്ടുണ്ടാവുക. അപ്പൊ ഏകദേശം ഒരു പകുതി മാലിന്യമൊക്കെ പോയിട്ടുണ്ടെങ്കില് ഇനി ബാക്കിയുള്ളതും കൂടി ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു 4 മാസം കഴിയുമ്പോൾ അന്ന് വിളിച്ചാൽ മതി, അന്ന് ചെയ്താൽ മതി. ഒരു 3 പാക്കറ്റ് കൊണ്ട് മേടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെയുള്ളത് അടുത്ത ഒരു 4 മാസം കൂടി കഴിയുമ്പോൾ ഒരു പാക്കറ്റ് അതിന് മേടിച്ചിട്ടാൽ മതി. നമുക്ക് അതിന്റെ ടാങ്ക് കാലിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സാറിന്റെ അടുത്ത് പറഞ്ഞത്. സാറിന്റെ വോയിസ് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആയിക്കോട്ടെ. കാരണം ഒന്നല്ല, അത് മറ്റുള്ളവർക്ക് ഒരുപാട് പേർക്ക് സംശയമാണത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മാർക്കറ്റിംഗ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് മതി. അതിന്റെ ആ മാറ്റം നമുക്ക് അറിയാൻ പറ്റും. അത് മതി. അതാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആവശ്യം പരസ്യമല്ല. സാറിനെ പോലെയുള്ളവരുടെ അനുഭവങ്ങളാണ് നമുക്ക് വലുത്. ഞങ്ങൾ എല്ലാവരും മൈക്രോ ആയിട്ടുള്ള പിന്നെ ഇതായത് കാരണം ഇത് പ്രവർത്തിക്കുമല്ലോ. ഇത് മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ല. കാരണം ഇത് മറ്റുള്ള കെമിക്കലൊന്നും അല്ലല്ലോ. അല്ല, ഇത് കെമിക്കലല്ല, ഇത് ബയോ പ്രൊഡക്റ്റ് ആണ്. അതെ. ഒരു യാതൊരു പ്രശ്നമില്ല. പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ അതിനകത്തുള്ള ഈ പിന്നെ ഹാപ്പിക്ക് പോലുള്ള സാധനങ്ങളൊന്നും ഉപയോഗിക്കരുത്. ഉപയോഗിച്ച് ഇത് ചത്തു കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. അത് ജാഗ്രത അത് ഉപയോഗിക്കാതിരിക്കുക. 20-25 ദിവസം പറയുന്നുള്ളൂ എങ്കിലും കൂടുതൽ ദിവസങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, ഉപയോഗിക്കാതിരിക്കാൻ സാധിച്ചാൽ അത്ര അതേ ഞാൻ പറയുന്നുള്ളൂ എല്ലാവരും. അറ്റ്ലീസ്റ്റ് ഒരു 20 ദിവസത്തെങ്കിലും അത് നിർബന്ധമായിട്ട് ഉപയോഗിക്കാതിരിക്കണം. അതുകൊണ്ടാണ് സാറിന് ഗുണം ചെയ്തത്. അതെ. ഇപ്പൊ നല്ല ഒരു ദിവസം ഫുള്ള് മഴയല്ലായിരുന്നു. അന്നും വലുതായിട്ട് പൊങ്ങിയില്ല വെള്ളം. മറ്റൊറ്റ മഴ പെയ്ത് കഴിഞ്ഞാൽ ആ ക്ലോസറ്റ് 3/4 ഭാഗത്തിന് മുകളിൽ വരെ വെള്ളം ഇങ്ങനെ നിൽക്കും. പെരുക്കെ താഴത്തുള്ളായിരുന്നു. അപ്പൊ അങ്ങനെ പൊങ്ങുന്നില്ല സാധാരണ പോലെ. അങ്ങനെ മഴയുള്ള സമയം ഞാൻ മുകളിൽ പോയിട്ടാണ് ചെയ്യുന്നത്. കാരണം ഈ വെള്ളം ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാരണം ഒരു പേടി. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ സാധാരണ വെള്ളം നമുക്ക് വരുന്നുണ്ട്. വെള്ളം പ്യൂരിഫൈ ചെയ്യുകയും കൂടി ചെയ്യേ. വെള്ളം പ്യൂരിഫൈ ചെയ്യുമ്പോഴത്തെ ഗുണം എന്താന്ന് വെച്ചാല് മണ്ണിന് വെള്ളം വലിച്ചെടുക്കാനുള്ള സാഹചര്യം കൂടുതലാണ്. കുറുകിയിട്ടുള്ള വെള്ളം വലിച്ചെടുക്കുന്നതും നല്ല വെള്ളം വലിച്ചെടുക്കുന്നതും വ്യത്യാസം ഉണ്ടല്ലോ. അതെ. എനിക്ക് തോന്നുന്നു ഇത് സേഫ്റ്റി ടാങ്ക് മാത്രമല്ല, അല്ലാതെ അടുക്കളക്കകത്തുള്ള വേസ്റ്റ് പോയി വീഴുന്നതിനകത്ത് വിടാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഇല്ല, അതിന് നമുക്ക് അതിന് പറ്റുന്നതല്ല.
അവിടെ അത് മണ്ണുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ട്, മണ്ണിലോട്ട് അങ്ങ് പോകും, അത് കാരണമാണ് പ്രശ്നം. അത് മാത്രമല്ല ഇത് തന്നെയല്ല, അവിടെ നമ്മള് പാത്രം കഴുകുന്നിടത്ത് സോപ്പ് ഇല്ലാതെ പാത്രം കഴുകാൻ പറ്റില്ലല്ലോ. സോപ്പ് ഉപയോഗിക്കുകയും ചെയ്യും, അതുകൊണ്ട് അവിടെ ഒട്ടും പറ്റില്ല അത്. അതാണ് അതെ 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 അതെ. മറ്റേ ടോയ്ലറ്റിൽ പിന്നെ നമുക്ക് ഉപയോഗിക്കരുതെന്ന് പറയാം, പാത്രം കഴുകുമ്പോൾ അത് ഉപയോഗിക്കരുതെന്ന് പറയാൻ പറ്റില്ലല്ലോ. പാത്രം കഴുകുന്ന നമ്മൾ ഇത് ഉപയോഗിക്കുമല്ലോ, അത് ശരിയായി, എന്തായാലും ഉപയോഗിക്കും. അതാണ് മെയിൻ പ്രശ്നം. അതെ. എന്തായാലും സാറിന്റെ ഉപയോഗം 10 പേർക്ക് കൂടുതൽ ഇത് ഉപയോഗിക്കാനുള്ള ഒരു ടെൻഡൻസി വരട്ടെ. ആയിക്കോട്ടെ. അതെ, കാരണം 10,000 15,000